മത്സരം കഴിഞ്ഞ ശേഷം ഫലം വരുന്നത് വരെയുള്ള നേരം മത്സരാർത്ഥികൾക്ക് ആശങ്കകൾ നിറഞ്ഞ ഇടവേളയാണ്. ആ ആശങ്കകൾക്കിടയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടിയിൽ മത്സരിക്കാനെത്തിയ കണ്ണൂർ ആലക്കോട് നിന്നുള്ള അനവദ്യ സത്യം മാത്രം പറയുന്ന ഒരു തത്തയെ തേടിയിറങ്ങിയത്. അനവദ്യയ്ക്ക് തത്തയെ കണ്ടെത്താനായോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൈ നോക്കണ ഒരാളുണ്ടായിരുന്നു, കണ്ടിരുന്നോ? സാറേ, ഇവിടെ കൈ നോക്കണ ഒരാളുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഇവിടെ കൈ നോക്കണ ഒരാളുണ്ടായിരുന്നു, കണ്ടിരുന്നോ? കൈ നോക്കുന്ന ഒരാള് കണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു, കാണുന്നില്ല. ഏട്ടാ, ഇവിടെ കൈ നോക്കണ ഒരാളുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കണ്ടിനോ? മത്സരം ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഭയങ്കര ടെൻഷൻ. എനിക്കൊന്ന് കൈ നോക്കണായിരുന്നു. തിന്മേന്റെ തത്ത കള്ളം പറയില്ല, അതുപോലത്തെ ഒരു തത്തയുണ്ട് ഇവിടെ. ഒരു കാര്യം നമുക്ക് ഒരുമിച്ച് അന്വേഷിച്ചേക്കാം. ഞങ്ങളൊന്ന് നോക്കിട്ട് വരാം. നമുക്കെന്നാ അങ്ങോട്ടൊന്ന് പോവാം. അതായത് ഒറ്റ മിനിറ്റ്, ആദ്യേ ഞാനൊന്ന് പോയി നോക്കിയിട്ട് പുള്ളി എന്താ പറയുന്നത് നോക്കട്ടെ, എന്നിട്ട് നീ വന്നാൽ മതി. ഓക്കെ ചേട്ടാ, ഒന്ന് കൈ നോക്കണല്ലോ. കൈ, ശംഖുവിൻ്റെ കൈ, സകല കൈ, ഈ ആയിൻ്റെ രേഖല്, അങ്ങനെ 3 അപകടങ്ങൾ. ആദ്യം 14 അപകടങ്ങൾ, 18 അപകടങ്ങൾ, 23 അപകടം പറ്റി. തൽക്കാലം കട്ടപ്പോകാം. എന്റെ അവസ്ഥ കണ്ടില്ലേ, കംപ്ലീറ്റ് കട്ടപ്പുകയാ. നീ നോക്കണോ? ഓക്കെ, എന്നാ പിന്നെ നോക്കിക്കളെ. ചേട്ടാ, ഞാൻ ഹയർ സെക്കൻഡറി കുച്ചിപ്പുടിയിലാണ് മത്സരിച്ചത്. ജയിക്കുവോ? അഴുതാണ്ട് പേർക്ക് വയസ്സ് 17. കാര്യങ്ങളെ കൊള്ളാമാ, സമയങ്ങളെ കൊള്ളാമാ. ഈ பக ஒன்று மட்டும் ഈ നടനത്തെയും ഫസ്റ്റ് പാസ് பண்ணோம். இப்போ நடந்து பாஸ் பண்ணோம். தோக்கதில்லை. 10 100 பிள்ளைகள் இருந்தாலும் சரி, நீ தான் ஃபஸ்ட்டாக ராங்க வரும். എന്തായാലും മത്സരത്തിൽ എ ഗ്രേഡ് ഉറപ്പെന്ന് നടരാജന്റെ തത്ത പറഞ്ഞതോടെ അനവദ്യ ഹാപ്പിയായി. ഇനി തത്ത പറഞ്ഞത് സത്യമാകുമോ എന്നറിയാൻ മത്സരഫലം വരെ കാത്തിരിക്കണം. രാജേഷ് സുദേവനൊപ്പം കൊല്ലത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24.